എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡൻറ്റ് റൊണാൾഡ് ട്രംപ്. ട്രംപ് തൻ്റെ 75ാമത്തെ വയസ്സിലാണ് പരാജയപ്പെട്ടത്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് 2020 പരാജയപ്പെട്ടു. നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി 75ാമത്തെ വയസ്സിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. ഞാനിനി എന്നാ നോക്കാൻ, ആ വയസ്സ് 75ആയില്ലേ, എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ പിന്നീട് വന്ന 4 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ നിതാന്ത പരിശ്രമം, നല്ലൊരു ബിസിനസ്സുകാരനാണല്ലോ അല്ലേ, സ്വയം ബിസിനസ്സുകാരനെ വളർന്നു വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ബിസിനസ്സുകാരനൊന്നും ആയിരുന്നില്ല. സ്വയം ബിസിനസ്സിലൂടെ ഒരു വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത മനുഷ്യനാണ് ട്രംപ്. 79ാമത്തെ വയസ്സിൽ അദ്ദേഹം വീണ്ടും ഇലക്ഷനിൽ 2ാമത് അമേരിക്കൻ പ്രസിഡന്റായി തിരിച്ചു വരുന്നെന്ന് പറയുമ്പോൾ ആ 4 വർഷക്കാലത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം, പരിശ്രമവും നമ്മൾ നോക്കണം. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളവർ ജപ്പാനിൽ 100 വയസ്സിന് ശേഷം ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ 90കളിലും അധ്വാനിക്കുന്നവരായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇഷ്ടമുള്ള അധ്വാനങ്ങളായിരിക്കും. ഒരുപക്ഷെ അവർ 30കളിലും 40കളിലും ഏർപ്പെട്ട അധ്വാന രീതി ആകണമെന്നില്ല 80കളിലും 90കളിലും ഏർപ്പെട്ടത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു, ജപ്പാൻകാരുടെ ആരോഗ്യത്തിൻ്റെ പിന്നിൽ, അവരുടെ ദീർഘായുസിൻ്റെ പിന്നിൽ അവരേർപ്പെടുന്ന അവർക്കിഷ്ടമുള്ള മേഖലകളുണ്ട് എന്നുള്ളതാണ്. ആ പ്രായമായി കഴിയുമ്പോൾ ഒരു പക്ഷേ ഭക്ഷണ ചെലവിനേക്കാളേറെ ചികിത്സാ ചെലവുകളാണ് ഏറെയെന്നറിയാം. അതിനാവശ്യമായിട്ടുള്ള പണം സമാഹരിക്കേണ്ടത് ആ പ്രായത്തിലല്ല എന്നും അതിന് മുന്നേ ആകണമെന്നും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പഴഞ്ചൊല്ല് പറയുന്നത്, ഇന്ന് വരും നാളെ പോകുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്, ഒരു മണി പ്ലാനിങ്, ജീവിതത്തെ മൊത്തത്തിൽ കണ്ടുകൊണ്ട്, ജീവിത ചംക്രമണത്തിലെ 4 അവസ്ഥകളും കണ്ടുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയുടെ ഒരു പ്ലാനിങ് ആണ് പ്രധാനപ്പെട്ടത്. മക്കളുടെ മുമ്പിൽ കൈനീട്ടാനോ അവരുടെ ഔദാര്യത്തിന് മുന്നിൽ നിൽക്കാനോ അഭിമാനക്ഷതം ഏൽക്കത്തക്ക വിധത്തിൽ നിൽക്കുവാനോ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പറയുകയായിരുന്നു, അസുഖം വന്നാലും ഞാൻ ആശുപത്രി പോകത്തില്ല ഇപ്പം. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? മക്കളോട് ആശുപത്രി പോകണമെന്ന് പറയുമ്പോൾ അവർ പറയും, ഇന്നാളും പോയതല്ലേ എന്ന് പറയും, ഇന്നാളും മരുന്ന് മേടിച്ചതല്ലേ, എന്നിട്ട് എന്തായെന്ന് ചോദിക്കും. അത് കേൾക്കാൻ എനിക്ക് വിഷമമാണ്. അതുകൊണ്ട് എന്ത് അസുഖം വന്നാലും ഇപ്പം ഞാൻ പറയത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി അപ്പോൾ അസുഖം വഷളായി കഴിഞ്ഞാലോ, മറ്റൊരു സ്റ്റേജിലേക്കൊക്കെ അസുഖം ചെന്ന് കഴിഞ്ഞാൽ ഇരട്ടി ചിലവല്ലേ, അവർക്കാരിൽ ഇരട്ടി ബുദ്ധിമുട്ടല്ലേ മക്കൾക്കുണ്ടാകുന്നത്. എന്നാലും ടീച്ചറെ എനിക്കിത് കേൾക്കാൻ മനസ്സിന് ഭയങ്കര വിഷമമാണ്. അന്ന് ടെസ്റ്റ് ചെയ്തതല്ലേ, അന്ന് ആ ഡോക്ടറെ കണ്ടതല്ലേ, ആ മരുന്ന് മേടിച്ചതല്ലേ, എന്നിട്ട് മുഴുവൻ കഴിച്ചായിരുന്ന, എന്നിട്ട് മേടിച്ച മരുന്നല്ലേ ഇവിടെ കിടക്കുമല്ലേ. ഇങ്ങനത്തെ ഡയലോഗുകളൊന്നും എനിക്ക് പ്രായത്തിൽ കേൾക്കാനോ താങ്ങാനോ ഉള്ള ശക്തിയില്ല ടീച്ചറെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഒരു ദയനീയ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കുറേ കൂടി ലിസണിങ് ഹാർട്ട്, ലിസൺ വിത്ത് ഹാർട്ട് എന്ന് പറയും നല്ലൊരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ്. ചെവി കൊണ്ട് നമുക്കൊക്കെ കേൾക്കാം, ചെവി കൊണ്ട് കേൾക്കാൻ ആർക്കും പറ്റും. ഹൃദയം കൊണ്ട് കേൾക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഹൃദയം കൊണ്ട് കേൾക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ടു ഇംബൈബ് ദ ഫീലിങ്സ് ഓഫ് ദാറ്റ് പേഴ്സൺ, ലുക്ക് അറ്റ് ദാറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നുകൊണ്ട് ആ ഷൂസിൽ ഇറങ്ങി നിൽക്കാനും ആ ഫീലിംഗ് ഒപ്പിയെടുക്കാനും സാധിക്കുന്ന അവസ്ഥയെയാണ് ഹൃദയം കൊണ്ട് കേൾക്കുക എന്ന് പറയുന്നത്. ഹൃദയം കൊണ്ട് കേൾക്കുന്ന മക്കളില്ലാത്തിടത്തോളം കാലം പ്രായമായവർക്ക്, സായനത്തിലെത്തിയവർക്ക് ജീവിതം വളരെ ദുസ്സഹമാണ്. അപ്പം അങ്ങനെ ദുസ്സഹമാകാതിരിക്കാൻ അവർക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ അവൾ ഏർപ്പെടുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ചില ക്ലബ്ബുകൾ, വയോജന ക്ലബ്ബുകൾ എന്നൊക്കെ ഞാൻ പറയും, അവരൊന്നിച്ച് കൂടിയിരുന്ന് ചില പകൽ വീടുകൾ. നമ്മളൊരു എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ അവരുടെ റീഹാബിലിറ്റേഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു, നമ്മൾ പഠിച്ചായിരുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കണം മറ്റൊരു ആംഗിളിൽ നിന്നാണ്. അവിടെ നമ്മൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചെങ്കിൽ ഇവിടെ ഇവരിൽ തന്നെ ഉണ്ടാകേണ്ട, സ്വമേധയ ഉണ്ടാകേണ്ട മാറ്റത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡ്. അതായത് ഈ പ്രായമായവർ അവരിൽ തന്നെ വളർത്തിയെടുക്കേണ്ട ചില കാര്യങ്ങൾ. വൈകുന്നേരങ്ങളിൽ ചുമ്മാ പത്രം വായിക്കാനോ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സൊറ പറഞ്ഞിരിക്കാനോ, കുശല വർത്താനം പറയാനോ, നാട്ടുവർത്താനം പറയാനോ ഒക്കെ ആയിട്ട് ചില ഇടങ്ങൾ, നടന്നു പോകാൻ പറ്റുന്ന ചില ഇടങ്ങൾ, അങ്ങനെ ചില ക്ലബ്ബുകളൊക്കെ രൂപീകരിക്കുക എന്നുള്ളത്. നമുക്കറിയാം ചികിത്സയും മറ്റ് രോഗങ്ങളും ഒക്കെ വരുന്നുള്ള ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ വീട്ടിൽ കിട്ടുമ്പോൾ മാറിയെന്ന് സമാന ദുഃഖമുള്ളവരുമായിട്ട് സംസാരിക്കാനും പങ്കുവയ്ക്കാനും സാധിക്കുക എന്നുള്ളത്. കഴിവതും അവരെ ഒറ്റപ്പെടുത്താതെ നോക്കണം. എനിക്ക് പലപ്പോഴും വിദേശത്തേക്ക് അമ്മമാരെ കൊണ്ടുപോകുമ്പോൾ
ഒറ്റപ്പെട്ടുപോയ വീടുകളിലെ ഒറ്റപ്പെട്ടുപോയ അച്ഛന്മാരെക്കുറിച്ച് വളരെ സങ്കടം തോന്നാറുണ്ട്. അമ്മ ചെന്ന് കഴിഞ്ഞാൽ 2-3 ഗുണങ്ങളുണ്ട്. കൊച്ചുങ്ങളെ നോക്കിക്കിട്ടും, അടുക്കള മാനേജ് ചെയ്ത് കിട്ടും, വീടും പരിസരവും വൃത്തിയാക്കി കിട്ടും. അമ്മയെ അപ്പോഴും ഒരു ലേബർ ക്ലാസ്സിലേക്ക് അവർ കൊണ്ടുപോവുകയാണ്. ലേബർ ക്ലാസ്സിലേക്ക് തൊഴിൽ ചെയ്യുന്ന ഒരാളെ. അച്ഛനെ കൊണ്ടുപോയെന്നാൽ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല. അച്ഛൻ അവിടെ എവിടെയെങ്കിലും ഇരിക്കത്തേ ഉള്ളൂ. ചിലപ്പോൾ എന്തെങ്കിലും സഹായിച്ചെന്നിരിക്കും, ഇല്ലെന്നിരിക്കും. കാരണം ആ തലമുറ വളർത്തപ്പെട്ട രീതിയിൽ അങ്ങനെയാണ്. കുക്കിങ്ങും ക്ലീനിങ്ങിനും ജെൻഡർ റോൾസ് ഇല്ലെങ്കിലും ട്രഡീഷണലി അത് ജെൻഡർ റോൾസാക്കി മാറ്റി. കുക്കിങ്ങും ക്ലീനിങ്ങും ബേസിക് സോഷ്യൽ സ്കിൽസാണ്. ബേസിക് സോഷ്യൽ സ്കിൽസ്. അവിടെ ജെൻഡർ റോൾസ് ഇല്ല. പക്ഷേ എങ്ങനെയോ ചരിത്രപരമായി നമ്മുടെ ജീവിതത്തിൽ അത് ജെൻഡർ റോളായിട്ട് മാറി. അതുകൊണ്ട് അച്ഛന്മാരെ കൊണ്ടുപോകാത്തവരെ കണ്ടിട്ടുണ്ട്. ഫലമോ നാട്ടിൽ അച്ഛൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അച്ഛൻ്റെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ ദയനീയമാണ്. ബട്ട് സ്റ്റിൽ അതിനേക്കാളും വലുതാണ് അവരുടെ ഒറ്റപ്പെടൽ. അപ്പോൾ അതിന് നമ്മൾ അനുവദിക്കരുത്. ഇനി അവരൊറ്റപ്പെട്ട് പോയാൽ എന്താ ചെയ്യേണ്ടത്? ഈ ക്ലബ്ബുകൾ, ഇതുപോലെ സായാഹ്ന സമ്മേളനങ്ങൾ, ചില പള്ളികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവരൊന്നിച്ചു കൂടുന്നു. ചില നാട്ടിൻപുറത്തെ ചില വായന കളരികൾ, ഗ്രന്ഥശാലകൾ, ലൈബ്രറികൾ, ചില ക്ലബ്ബ് റൂമുകൾ, ഇതിനകത്തോട്ടൊക്കെ ഇടപെടുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, പ്രായമായെങ്കിലും അവരിൽ ചില സ്കില്ലുണ്ട്, ചില നിപുണതകളുണ്ട്, ചില അറിവുണ്ട്. അറിവിനേക്കാളേറെ ജ്ഞാനമുണ്ട്. നോളജ് ആൻഡ് വിസ്ഡം രണ്ടും രണ്ടാണ്. പുതുതലമുറയ്ക്ക്, യുവതലമുറയ്ക്ക് നോളജുണ്ട്. വാർദ്ധക്യത്തിലെത്തിയവർക്ക് വിസ്ഡമുണ്ട്. ജീവിതാനുഭവങ്ങൾ അവരെ ഏൽപ്പിച്ച കരുത്തുണ്ട്. ഈ കരുത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമുണ്ട്. അപ്പോൾ ചില ജ്ഞാനം അല്ലെങ്കിൽ ചില കഴിവുകൾ, ചിലർക്ക് ഇപ്പോൾ ഗാർഡനിങ് സ്കില്ലായിരിക്കാം, ചിലർക്ക് കുക്കിംഗ് സ്കില്ലാകാം. ഈ വക കാര്യങ്ങളൊന്ന് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ വിധത്തിൽ പഴഞ്ചൊല്ലുകളോ നുറുങ്ങ് കവിതകളോ ഒക്കെ പങ്കുവയ്ക്കാൻ തക്ക വിധത്തിൽ ഇവരൊന്നിച്ച് ചേർന്ന് ചില സോഷ്യൽ പ്ലാറ്റ്ഫോമുകളൊക്കെ രൂപീകരിച്ചാൽ, സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഈ അറിവുകൾ പങ്കിടുകയാണെങ്കിൽ ഒരു പക്ഷേ യുവതലമുറയ്ക്ക് പലതും വളരെ ശരിയായി തോന്നിയില്ലെങ്കിലും കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്ന ജ്ഞാനത്തിൻ്റെ മുത്തുകൾ, അനുഭവത്തിൻ്റെ കരുത്തുകൾ, ഇതൊക്കെ പലപ്പോഴും വളരെ നല്ലതായിട്ട്